ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള 5th ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനറൽ ന്യൂട്രീഷൻ എന്ന 12th ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. മിനറൽ ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്സ് എന്ന ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന് ശേഷം വരുന്ന 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നൈട്രജൻ സൈക്കിൾ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നൈട്രജൻ സൈക്കിൾ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. നൈട്രജൻ സൈക്കിൾ പഠിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് നൈട്രജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അതായത് ഓൾമോസ്റ്റ് 79% ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത് കൂടാതെ തന്നെ അപ്പാർട്ട് ഫ്രം കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, നൈട്രജൻ ഈസ് ദ മോസ്റ്റ് പ്രിവൈലൻറ്റ് എലമെൻറ്റ് ഇൻ ലിവിങ് ഓർഗാനിസം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ നമുക്കറിയാം മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഈ മാക്രോ ന്യൂട്രിയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. കാരണം എന്താ? നൈട്രജൻ ഇസ് എ കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, ക്ലോറോഫിൽ ആൻഡ് വിറ്റമിൻസ്. നൈട്രജൻ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ബയോമോളിക്യൂൾസ്, ദാറ്റ് ഈസ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, അതുകൂടാതെ പ്ലാന്റ്സിലാണെങ്കിൽ ക്ലോറോഫിൽ, ഡിഫറെൻറ്റ് വിറ്റമിൻസ്, ഇതിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്വൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. DNA ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നൈട്രജൻ ബേസസ് ചേർത്തിട്ടാണ്. അപ്പം ഒരു ലിവിങ് ഓർഗാനിസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് നൈട്രജൻ. നമ്മൾ കുറച്ച് മുൻപ് പഠിച്ചു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതുപോലെ നൈട്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണെന്നുള്ള കാര്യം. പക്ഷേ ഇതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വാട്ടറിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. കാർബൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. ഇതിപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിൽ ഫോട്ടോസിന്തസിസിലൂടെ കാർബോഹൈഡ്രേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വാട്ടർ അവർക്ക് സോയിലിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് അല്ല നൈട്രജൻ എന്ന് പറയുന്നത്. 79% അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ കാണപ്പെടുമെങ്കിലും നമ്മൾ ലിവിങ് ഓർഗാനിസത്തിന് ഈ നൈട്രജൻ നമ്മുടെ ബോഡിയുടെ ഭാഗമാക്കി മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പിറേഷൻ പോലെയൊന്നും അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. ബിക്കോസ് നൈട്രജൻ എങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റുന്നത്? N2 ആയിട്ടാണ്. ദാറ്റ് ഈസ് N ട്രിപ്പിൾ ബോണ്ട് N. ഇവരുടെ ഈ 2 നൈട്രജൻ ആറ്റംസിൻ്റെ ഇടയിലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ട്രിപ്പിൾ ബോണ്ടാണ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നൈട്രജൻ എക്സ്ട്രീംലി സ്റ്റേബിൾ ആയിരിക്കും. ഇങ്ങനെ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇവർ ഇനേർട്ട് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. ഇനേർട്ട് ആയിരിക്കുക മീൻസ് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസിലൊന്നും ഏർപ്പെടാതെ, അതായത് ഞങ്ങൾക്ക് കെമിക്കൽ റിയാക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങളിങ്ങനെ അറ്റ്മോസ്ഫിയറിലൂടെ N2 മോളിക്യൂളായിട്ട് ഇങ്ങനെ നടന്നോളാം എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് നൈട്രജൻ. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം, ഈ നൈട്രജനെ ഇങ്ങനെ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള, അതായത് N2 അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഈ കണ്ടീഷനിൽ പ്ലാന്റ്സിന് ഈ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സിന് നൈട്രജൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ നൈട്രജൻ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം ആയിട്ടുള്ള അമോണിയ ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ടുള്ള നൈട്രൈറ്റ് ദാറ്റ് ഈസ് NO2- ഓർ നൈട്രേറ്റ് ദാറ്റ് ഈസ് NO3-. ഈ ഫോമിലുള്ള നൈട്രജൻ സോയിലിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഇത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൂടാതെ മറ്റൊരു കാര്യം, നമ്മളെപ്പോലെയുള്ള ലിവിങ് ഓർഗാനിസംസിന് ഈ നൈട്രജന് ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. നമ്മൾ നൈട്രജൻ്റെ സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ്. സോ ഈ പ്ലാന്റ്സ് സോയിലുള്ള നൈട്രജനെ അതിൻ്റെ ഓക്സിഡൈസ്ഡ് ഫോമിലോ റെഡ്യൂസ്ഡ് ഫോമിലോ അബ്സോർബ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ പ്ലാന്റ്സിനെ ഭക്ഷണമാക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ബോഡിയിലേക്ക് ഈ നൈട്രജൻ എത്തുന്നത്. നമ്മളെപ്പോലുള്ള ഓർഗാനിസംസിൻ്റെ സോഴ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം ആയിട്ടുള്ള അമോണിയ ആയിട്ടോ അല്ലെങ്കിൽ നൈട്രൈറ്റ് ഓർ നൈട്രേറ്റ് ആയിട്ട് സോയിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം സോയിലിൽ ഈ പ്ലാന്റ്സ് മാത്രമാണോ കാണാൻ പറ്റുന്നത്? സോയിലിൽ പ്ലാന്റ്സ് കൂടാതെ തന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസും കാണാൻ പറ്റും. ഈ മൈക്രോ ഓർഗാനിസംസിനൊക്കെ തന്നെ ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻസും ഒക്കെ കാണാൻ പറ്റും. ലിവിങ് ഓർഗാനിസംസ് ആണ് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽസും പ്രോട്ടീൻസിൻ്റെയും
ഒക്കെ കോൺസ്റ്റിറ്റ്വൻ്റ് ആണ് നൈട്രജൻ. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് എത്രത്തോളം നൈട്രജൻ ആവശ്യമുണ്ടോ അതേപോലെ തന്നെ സോയിലിൽ കാണപ്പെടുന്ന മറ്റ് മൈക്രോ ഓർഗാനിസംസിനും ഈ നൈട്രജൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സും ഡിഫറെൻറ്റ് മൈക്രോബ്സും തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ നൈട്രജന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് പ്ലാന്റ്സ് കോമ്പീറ്റ് വിത്ത് മൈക്രോബ്സ് ഫോർ ദ ലിമിറ്റഡ് നൈട്രജൻ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ സോയിൽ. ഒന്നാമത്തെ കാര്യം, അറ്റ്മോസ്ഫിയറിലാണ് നൈട്രജൻ കൂടുതൽ അളവിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഓക്സിഡൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ഫോമിൽ മാത്രമാണ് പ്ലാന്റ്സിന് ഈ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഒരേ സമയം പ്ലാന്റ്സിനും മറ്റ് മൈക്രോബ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിലുള്ള കംപ്ലീറ്റ് ഓർഗാനിസംസിന് അതിൻ്റെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യാൻ മാത്രം ഉള്ള എമൗണ്ടിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ നൈട്രജൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നൈട്രജൻ ഈസ് എ ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റ് for both നാച്ചുറൽ ആൻഡ് അഗ്രികൾച്ചർ എക്കോസിസ്റ്റം. നമ്മുടെ നേച്ചറിലാണെങ്കിലും അതുകൂടാതെ അഗ്രികൾച്ചർ എക്കോസിസ്റ്റത്തിലാണെങ്കിലും ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലെ നൈട്രജൻ സൈക്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് നൈട്രജൻ സൈക്കിൾ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നൈട്രജൻ സൈക്കിളിൻ്റെ ഡെഫിനിഷൻ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നൈട്രജൻ സൈക്കിൾ ഈസ് ദ സൈക്ലിക് മൂവ്മെൻറ്റ് of nitrogen between atmosphere, soil and living organism. നൈട്രജൻ്റെ സൈക്ലിക് മൂവ്മെൻറ്റിനെയാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണോ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് അത് വീണ്ടും അവിടെ തന്നെ എത്തുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നൈട്രജൻ അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത്. ഈ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സോയിലിലെത്തുന്നു, പിന്നീട് സോയിലിൽ നിന്ന് അത് ലിവിങ് ഓർഗാനിസത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം പിന്നീട് ഒന്നുകിൽ അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വീണ്ടും അത് സോയിലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഈ നൈട്രജൻ്റെ സൈക്ലിക് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ സൈക്കിൾ തോന്നുമെങ്കിലും ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ സോയിലിൽ എത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. ഒന്നാമത്തെ കാര്യം, അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജനെ ഈ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഹയർ ഓർഗാനിസംസിനോ ഡയറക്റ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ അതിനെ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സോയിലിൽ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ള ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സിന് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ടെക്സ്റ്റ് ബുക്കിൽ നൈട്രജൻ സൈക്കിളിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഈ നൈട്രജൻ സൈക്കിൾ തുടങ്ങുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. ബിക്കോസ് നൈട്രജൻ അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത്. ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നമുക്ക് ആദ്യം തന്നെ സോയിലെത്തിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. ദാറ്റ് ഈസ് നൈട്രജൻ ഫിക്സേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് മോളിക്കുലാർ നൈട്രജൻ വിത്ത് എ സ്ട്രോങ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഇൻ ദ എയർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അമോണിയ, നൈട്രേറ്റ്സ് ഓർ നൈട്രൈറ്റ്സ്. അതായത് മോളിക്കുലാർ നൈട്രജൻ ദാറ്റ് ഈസ് N=N ഓർ N2 ഫോമിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജനെ അതിൻ്റെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് അതിൻ്റെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ അമോണിയ, നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് തുടങ്ങിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അമോണിയ, നൈട്രേറ്റ്, നൈട്രൈറ്റ്സ് തുടങ്ങിയ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ യൂസ്? അത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്കായിട്ട് മാറി. അപ്പം നൈട്രജൻ ഫിക്സേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ N2 ദാറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ടോട് കൂടിയ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടോട് കൂടിയ N2 മോളിക്യൂളിനെ നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സിലൂടെ അമോണിയ that is NH3, nitrite that is NO2-, nitrate that is NO3-, ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. അപ്പം ഈ നൈട്രജൻ ഫിക്സേഷൻ പല രീതിയിൽ നടക്കാം. ഒന്നുകിൽ ഇൻഡസ്ട്രിയലി നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഓർ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് നൈട്രജനെ അമോണിയ, നൈട്രേറ്റ്, നൈട്രൈറ്റ് തുടങ്ങിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യത്തേതാണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. ഈ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ നമ്മൾ ഓൾറെഡി 10th പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസുകാർ ഹേബർ പ്രോസസ്
കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ടായിരുന്നു. എന്തായിരുന്നു? നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട് ഹയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു കാറ്റലിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അമോണിയ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സാണ്. അപ്പം ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഈസ് നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലി ഉള്ള നൈട്രജൻ ഫിക്സേഷൻ അല്ല. അതുകൂടാതെ ബയോളജിക്കൽ, ദാറ്റ് മീൻസ് ലിവിങ് ഓർഗാനിസംസ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതും അല്ലാത്ത പ്രോസസ്സുകളെയാണ് നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലൈറ്റ്നിങ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഫോറസ്റ്റ് ഫയർ, വോൾക്കാനിക് ഇറപ്ഷൻ, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ടിലുള്ള എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ നൈട്രജൻ മോളിക്യൂൾസിന് ഇടയിലുള്ള കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി, ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹ്യൂജ് എമൗണ്ടിലുള്ള എനർജി ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ലൈറ്റ്നിങ്, വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ നൈട്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനും മാത്രമുള്ള എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കണ്ടീഷൻസിൽ ഈ നൈട്രജൻ ബോണ്ട്സിന് N2 മോളിക്യൂൾസിന് ഇടയിലുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവർ ഫ്രീ നൈട്രജൻ ആറ്റംസ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഫ്രീ നൈട്രജൻ ആറ്റംസ് ആയി മാറുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ഈ ഫ്രീ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് NH3 പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രജൻ്റെ ഡിഫറെൻറ്റ് ഓക്സൈഡ്സ് ലൈക്ക് N2O, NO ഒക്കെ ആയിട്ട് മാറാം. N2O എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡാണ്, NO എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡാണ്. അപ്പം ഈ മോളിക്യൂൾസൊക്കെ തന്നെ പിന്നീട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഒന്നുകിൽ അത് HNO3 ആയിട്ട് മാറും, അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ നൈട്രസ് ആസിഡായിട്ട് മാറും. ഇങ്ങനെ ഏത് ഫോമിലായിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ ആസിഡ് റെയിൻ ആയിട്ട് എർത്തിലേക്ക്, ദാറ്റ് മീൻസ് സോയിലിലേക്ക് എത്തുന്നു. ഇവിടെയും എന്താ സംഭവിച്ചത്? നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ സോയിലിലെത്തുന്നു. സോ ഈ ടോട്ടൽ നൈട്രജൻ ഫിക്സേഷൻ്റെ 10% ഓഫ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് ഈ നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെയാണ്. പക്ഷേ നൈട്രജൻ ഫിക്സേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മാക്സിമം എമൗണ്ടിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതും ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെയാണ്. ടോട്ടൽ നൈട്രജൻ ഫിക്സേഷൻ്റെ 70% ഓഫ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെയാണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ദാറ്റ് ഈസ് ബയോ എന്ന ടേം എപ്പോഴും ലിവിങ് ഓർഗാനിസവും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ ഈ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസംസ് ആണ്. ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ബൈ ലിവിങ് ഓർഗാനിസം. ഇവിടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസംസ് ആണ്. അപ്പം നൈട്രജൻ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അതിന്റെ ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് ഫോമിലാക്കി മാറ്റി അവരെ സോയിലിൽ എത്തിച്ചു. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടത്തിയത്? നൈട്രജൻ ഫിക്സേഷനിലൂടെ. ഈ നൈട്രജൻ ഫിക്സേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെ നൈട്രജനെ അമോണിയ ആക്കി മാറ്റി. ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷനിലൂടെയും നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നീട് നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ്. അതിനെ തന്നെയാണ് ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്നും പറയുന്നത്. അപ്പം അവിടെ എന്താ ചെയ്തത്? ഈ നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പം ഡിഫറെൻറ്റ് ഫോംസിൽ നൈട്രജൻ സോയിലിൽ അവൈലബിൾ ആണ്. നൈട്രജൻ്റെ റെഡ്യൂസ്ഡ് ഫോം ആയിട്ടുള്ള അമോണിയ ആയിട്ട് കാണാൻ പറ്റും. നൈട്രജൻ്റെ ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ടുള്ള നൈട്രൈറ്റ്, നൈട്രേറ്റ് തുടങ്ങിയ ഫോമിലും നമുക്ക് സോയിലിൽ ഇപ്പം നൈട്രജനെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സോയിലിലെത്തിയിട്ടുള്ള നൈട്രജന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ്. അപ്പം ആദ്യം സോയിലിലെത്തിയിട്ടുള്ള അമോണിയയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സോയിലിലുള്ള അമോണിയയിൽ കുറച്ചൊക്കെ വോളറ്റൈലൈസ് ചെയ്തിട്ട് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റീ എൻറ്റർ ചെയ്യും. ബട്ട് മോസ്റ്റ് ഓഫ് ഇറ്റ് കൺവേർട്ട് ഇൻ ടു നൈട്രേറ്റ്. ഈ അമോണിയ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് NO3 മൈനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇതുകൂടാതെ ഈ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് സോയിൽ ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രോസസ്സും അതുകൂടാതെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോയിൽ ബാക്ടീരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യം തന്നെ അമോണിയയ്ക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതായത് അമോണിയയിലേക്ക് ഓക്സിജൻ്റെ അഡീഷൻ നടക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2NH3 + 3O2 ഗിവ്സ് 2NO2 മൈനസ്. ഈ NO2 മൈനസ് എന്ന് പറയുന്നതാണ് നൈട്രൈറ്റ്. അപ്പം ആദ്യം അമോണിയ നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി 2 സോയിൽ ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് നൈട്രോമോണാസ്, സെക്കൻഡ് ഈസ് നൈട്രോകോക്കസ്. അപ്പം ഈ 2 സോയിൽ ബാക്ടീരിയാസിൻ്റെ ഹെൽപ്പോട് കൂടി അമോണിയ നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു.
ദാറ്റ് ഈസ് NO2 മൈനസ് ആയിട്ട് മാറുന്നു. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ ഈ NO2 മൈനസിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടേക്ക് വീണ്ടും ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നു. 2NO2 മൈനസ് പ്ലസ് O2 ഗിവ്സ് 2NO3 മൈനസ്. ഈ NO3 മൈനസ് എന്ന് പറയുന്നതാണ് നൈട്രേറ്റ്. ഇങ്ങനെ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി മറ്റൊരു സോയിൽ ബാക്ടീരിയ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് നൈട്രോബാക്ടർ. ആദ്യം അമോണിയയെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് 2 സോയിൽ ബാക്ടീരിയാസ് ആണ്, നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്. പിന്നീട് ഈ നൈട്രൈറ്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഈ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് നൈട്രോബാക്ടർ. ഇങ്ങനെ നൈട്രൈറ്റിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് നൈട്രേറ്റ് ഫോം ചെയ്യുന്നു. സോ ഈ പ്രോസസ് ദാറ്റ് ഈസ് അമോണിയയെ ഓക്സിഡൈസ് ചെയ്ത് നൈട്രൈറ്റ് ആക്കി മാറ്റുക, പിന്നീട് അതിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ് ആക്കി മാറ്റുക. ഈ പ്രോസസ്സിനെയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് nitrification is the biological process in which ammonia is oxidized into nitrites followed by subsequent transformation of nitrites into nitrates. സോ ഈ പ്രോസസ്സിനെയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഈ 3 ബാക്ടീരിയകളെ നൈട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറയുന്നു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് എന്തിനായിരിക്കും ഈ നൈട്രിഫയിങ് ബാക്ടീരിയാസ് അമോണിയയെ ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിന് കാരണം ഈ സോയിലിൽ കാണുന്ന ഈ ബാക്ടീരിയാസ് ഒക്കെ തന്നെ, അതായത് നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്, നൈട്രോബാക്ടർ, ഇവരെല്ലാം തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? സൺലൈറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്ത് അവർക്ക് വേണ്ട ഫുഡ് കാർബോഹൈഡ്രേറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. അപ്പം ഈ പ്ലാന്റ്സിന് എനർജി കിട്ടുന്നത് ഈ സൺലൈറ്റിൽ നിന്നാണ്. അതുപോലെ ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന് എനർജി കിട്ടുന്നത് ഡിഫറെൻറ്റ് കെമിക്കൽസിൽ നിന്നാണ്. അതെങ്ങനെയാണ് കെമിക്കൽസിൽ നിന്ന് എനർജി കിട്ടുന്നത്? ഇവിടെ ഈ അമോണിയയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അമോണിയയ്ക്ക് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് NH3 എന്ന് പറയുന്നത് NO2 ആയി മാറുകയാണ്. ഈ പ്രോസസ്സിൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എനർജി റിലീസിങ് പ്രോസസ്സാണ്. അതേപോലെ തന്നെയാണ് ഈ NO2നെ NO3 ആക്കി മാറ്റുമ്പോഴും സംഭവിക്കുന്നത്. ഇവിടെയും ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുമ്പം എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയാസ്, ദാറ്റ് മീൻസ് നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്, നൈട്രോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയാസ് അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, ദാറ്റ് മീൻസ് പ്ലാന്റ്സിനൊക്കെ സൺലൈറ്റാണ് എനർജിയുടെ സോഴ്സ് എങ്കിൽ ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന് ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പം റിലീസ് ചെയ്യുന്ന എനർജിയാണ് അവരുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഈ നൈട്രിഫയിങ് ബാക്ടീരിയാസ് ഈ അമോണിയയെ ഓക്സിഡൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ബിക്കോസ് ഈ ഓക്സിഡേഷൻ പ്രോസസ്സിലൂടെയാണ് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ സോയിലിൽ ഡിഫറെൻറ്റ് ഫോമിലുള്ള നൈട്രജന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചു. അതായത് അമോണിയ ആദ്യം നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു, പിന്നീട് നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. ഈ 2 സ്റ്റെപ്പ് പ്രോസസ്സിൻ്റെ പേരാണ് നൈട്രിഫിക്കേഷൻ. അപ്പം ഈ ഡയഗ്രത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ നൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിൻ്റെ പേര് കൊടുക്കാത്തത്? അതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഇവിടെ ഈ നൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ മാത്രമല്ല ഈ അമോണിയ നൈട്രൈറ്റ് ആയിട്ടും നൈട്രേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് നൈട്രജൻ ഫിക്സേഷനിലൂടെ ഡിഫറെൻറ്റ് ഫോമിലാണ് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സോയിലിലെത്തുന്നത്. അപ്പം ഈ നൈട്രിഫിക്കേഷൻ എന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമല്ല ഈ അമോണിയ നൈട്രൈറ്റ് ഓർ നൈട്രേറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. സോയിലിൽ നമുക്ക് ഈ 3 ഫോമിലും നൈട്രജനെ കാണാൻ പറ്റും. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസിൽ നൈട്രജനെ കാണാൻ പറ്റുമെങ്കിലും പ്ലാന്റ്സിന് ഈസിലി അബ്സോർബബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് NO3 മൈനസ് ആണ്. ദാറ്റ് മീൻസ് നൈട്രേറ്റ്. ഇങ്ങനെ സോയിലിൽ കാണുന്ന നൈട്രേറ്റിനെ പ്ലാന്റ്സ് റൂട്ടിലൂടെ അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? അത് പ്ലാന്റ് ബയോമാസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് പ്ലാന്റിൻ്റെ DNA, RNA, ഡിഫറെൻറ്റ് ഹോർമോൺസ്, പ്രോട്ടീൻസ് തുടങ്ങിയതിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ഈ നൈട്രജൻ മാറുന്നു. പിന്നീട് ഈ പ്ലാന്റ്സിനെ നമ്മൾ ഹ്യൂമൻസ്, ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഭക്ഷണമാക്കുമ്പോൾ ആനിമൽ ബയോമാസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസ്, ഹോർമോൺസ്, DNA, RNA ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ ഹ്യൂമൻസിനും അതുപോലെ പ്ലാന്റ്സിനും ഒക്കെ ഡെത്ത് സംഭവിക്കുന്നു.
ഡെത്തിലൂടെ മാത്രമല്ല, ആനിമൽസിൻ്റെ കാര്യമാണെങ്കിൽ ആനിമൽസ് അവരുടെ എക്സ്ക്രീഷനിലൂടെ, ദാറ്റ് ഈസ് യൂറിൻ, ഫീക്കൽ മാറ്റർ, ഇതിലൂടെയൊക്കെ തന്നെ നൈട്രജനെ പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ഡീക്കേയിങ് ബയോമാസിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡീകമ്പോസേഴ്സ് ഈ ഡീക്കേയിങ് ബയോമാസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. നമ്മൾ പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽസിനായിട്ടുണ്ടെങ്കിലും നമുക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കും. അപ്പം ഈ ഡീകമ്പോസിഷന് ഡിഫറെൻറ്റ് ഫംഗസ് അതുപോലെ ബാക്ടീരിയാസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡീകമ്പോസിഷനിലൂടെ ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ഓർഗാനിക് നൈട്രജനെ അമോണിയ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റിലീസ് ചെയ്യുന്ന അമോണിയ എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും സോയിലിലേക്ക് തന്നെ റീ എൻ്റർ ചെയ്യുന്നു. സോ അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് നൈട്രജൻ ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻറ്റു അമോണിയ ഈസ് കോൾഡ് അമോണിഫിക്കേഷൻ. ദാറ്റ് ഈസ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ പ്ലാന്റ്സും അതുപോലെ ആനിമൽസിനും ഒക്കെ ഡെത്ത് സംഭവിക്കുന്നു. ഇങ്ങനെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെയും ആനിമലിൻ്റെയും ഹോർമോൺസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഓർഗാനിക് നൈട്രജൻ നമ്മുടെ ബോഡിയിലാണ് നൈട്രജൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓർഗാനിക് നൈട്രജൻ എന്ന് പറയുന്നു. ഈ ഓർഗാനിക് നൈട്രജൻ അമോണിയയുടെ ഫോമിലായിട്ട് വീണ്ടും സോയിലിലേക്ക് തന്നെ റീ എൻ്റർ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൻ്റെ അടുത്തൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീർണിച്ച എലി ചത്ത് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് അവിടെ നിന്നൊക്കെ ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിനുള്ള ഒരു കാരണം ഇങ്ങനെ അമോണിയ റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ എങ്ങനെയാണ് സോയിലെത്തുന്നത്, സോയിലെത്തിയതിന് ശേഷം ഈ നൈട്രജന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനൊക്കെ തന്നെ ഡിഫറെൻറ്റ് നൈട്രജൻ ഫിക്സേഷൻ മെത്തേഡിലൂടെ ഇങ്ങനെ സോയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ്റെ അളവ് കുറഞ്ഞു പോകും. മാത്രമല്ല ഇത് നൈട്രജൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും എവിടെ നിന്നാണോ ഈ നൈട്രജൻ വന്നത് തിരിച്ച് അവിടേക്ക് തന്നെ എത്തണം. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നൈട്രജൻ സൈക്കിളിൽ മറ്റൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡീനൈട്രിഫിക്കേഷൻ ഇസ് എ പ്രോസസ് വെർ നൈട്രേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസസ് മോളിക്കുലാർ നൈട്രജൻ. സോയിലിൽ കാണപ്പെടുന്ന നൈട്രേറ്റ് ദാറ്റ് ഈസ് NO3- റെഡ്യൂസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് അതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്ത് പിന്നീട് മോളിക്കുലാർ നൈട്രജൻ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്, ഒരു സിംഗിൾ സ്റ്റെപ്പിലൊന്നും നടക്കുന്നതല്ല. അപ്പം ഈ പ്രോസസ്സിൽ ഡിഫറെൻറ്റ് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ആർ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. ഈ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ് തുടങ്ങിയ ബാക്ടീരിയാസിൻ്റെ ഹെൽപ്പോട് കൂടി NO3 റെഡ്യൂസ് ചെയ്യുന്നു. അത് N2 ദാറ്റ് ഈസ് മോളിക്കുലാർ നൈട്രജൻ ആയിട്ട് മാറുന്നു. അത് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് റീ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നൈട്രജൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി. ദാറ്റ് ഈസ് നൈട്രജൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ നൈട്രജൻ സൈക്കിൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഡിഫറെൻറ്റ് നൈട്രജൻ ഫിക്സേഷൻ മെത്തേഡിലൂടെ സോയിലെത്തുന്നു. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെ ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അമോണിയ ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആൻഡ് നോൺ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഓർ ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷനിലൂടെ അമോണിയ NO3 ആയിട്ട് മാറുന്നു. ഈ സോയിലിൽ വെച്ചിട്ട് അമോണിയയ്ക്ക് നൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. അതായത് NH3 NO2 ആയിട്ട് മാറുന്നു. NO2 പിന്നീട് NO3 ആയിട്ട് മാറുന്നു. ഈ NO3 ആണ് എപ്പോഴും പ്ലാന്റ്സിന് ഈസിലി അബ്സോർബിൾ ആയിട്ടുള്ള ഫോം. അങ്ങനെ ഈ പ്ലാന്റ്സ് അതിൻ്റെ റൂട്ട്സിലൂടെ ഈ NO3- പ്ലാന്റ് ബയോമാസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. പിന്നീട് നമ്മൾ ഹ്യൂമൻസ് ആനിമൽസ് ഒക്കെ ഈ പ്ലാന്റ്സിനെ ഭക്ഷണമാക്കുമ്പം അത് നമ്മുടെ ബയോമാസിൻ്റെ ആനിമൽ ബയോമാസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. പിന്നീട് ഈ പ്ലാന്റ്സിനും ആനിമൽസിനും ഡെത്ത് സംഭവിക്കുമ്പം നമ്മുടെ ബോഡിയിലുള്ള ഓർഗാനിക് നൈട്രജനെ വീണ്ടും അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എഗെയിൻ ഈ നൈട്രജൻ സോയിലിലേക്ക് റീ എൻ്റർ ചെയ്യുന്നു. കൂടാതെ സോയിലിൽ നിന്ന് നൈട്രേറ്റ് ഫോമിലുള്ള നൈട്രജൻ പിന്നീട് ഡീനൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ മോളിക്കുലാർ നൈട്രജൻ ആയിട്ട് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റീ എൻ്റർ ചെയ്യുന്നു. സോ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സോയിലിലേക്ക് നൈട്രജൻ എത്തുന്നതിനുള്ള ഡിഫറെൻറ്റ് നൈട്രജൻ ഫിക്സേഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാനുള്ള ഒരു നൈട്രജൻ ഫിക്സേഷൻ മെത്തേഡാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. അപ്പം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനാണ്. നമ്മൾ ഓൾറെഡി എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് നൈട്രജൻ
to ammonia by living organism is called ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജന് അമോണിയ ആയി ലിവിങ് ഓർഗാനിസംസിൻ്റെ ഹെൽപ്പോടുകൂടി റെഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ഈ പ്രോസസ്സിന് കുറച്ച് ലിവിങ് ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നൈട്രജൻ ഫിക്സേഷന് കുറച്ച് ലിവിങ് ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ലിവിങ് ഓർഗാനിസംസിനെയാണ് N2 ഫിക്സേഴ്സ് ഓർ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത്. ഈ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ബാക്ടീരിയകളാണ്. ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രോകാരിയോട്സ് ആണ്. അപ്പം ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സിനെ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ഫ്രീ ലിവിങ് ഓർ നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ് ഓർ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്. ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത് അവരെ നമുക്ക് എയറിലും സോയിലിലും വാട്ടറിലും ഒക്കെ കാണാൻ പറ്റും. ബിക്കോസ് അവർ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഈ ഫ്രീ ലിവിങ് ഓർഗാനിസംസിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എയറോബിക് നൈട്രജൻ ഫിക്സേഴ്സ് ആൻഡ് അനൈറോബിക് നൈട്രജൻ ഫിക്സേഴ്സ്. എയറോബിക് നൈട്രജൻ ഫിക്സേഴ്സ് ഓക്സിജൻ്റെ പ്രസൻസിലായിരിക്കും നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത്. അതിന് എക്സാമ്പിളാണ് അസറ്റോബാക്ടർ, ബേജർനിക്ക ആൻഡ് സൈനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ. സൈനോബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് അനബീന ആൻഡ് നോസ്റ്റോക്ക്. നെക്സ്റ്റ് ഈസ് അനൈറോബിക് നൈട്രജൻ ഫിക്സേഴ്സ്. ഈ ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കുന്നവരാണ്. അതിന് എക്സാമ്പിളാണ് റോഡോസ്പൈറലം. അടുത്ത ഗ്രൂപ്പാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്. ഈ സിംബയോസിസ് എന്താണെന്ന് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? മ്യൂച്വൽ ബെനഫിറ്റോട് കൂടിയ അസോസിയേഷനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആൽഗൽ ഫംഗൽ അസോസിയേഷൻ, ദാറ്റ് ഈസ് ലൈക്കൺ. അതുകൂടാതെ മൈക്കോറൈസ, അവിടെ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആയിട്ടുള്ള അസോസിയേഷനാണ് മൈക്കോറൈസ. ഇവിടെയൊക്കെ 2 പാർട്ട്നേഴ്സിനും മ്യൂച്വലി ബെനഫിറ്റ് ഉള്ള അസോസിയേഷനാണ്. ഇതുപോലെ സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചില ബാക്ടീരിയാസിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ബാക്ടീരിയാസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇവർ ഏത് തരം പ്ലാന്റ് റൂട്ടുമായിട്ടാണ് അസോസിയേഷൻ കാണിക്കുന്നത് എന്നതിൻ്റെ ബേസിൽ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലെഗ്യൂം ബാക്ടീരിയ അസോസിയേഷൻ ആൻഡ് നോൺ ലെഗ്യൂം ബാക്ടീരിയ അസോസിയേഷൻ. അപ്പം ലെഗ്യൂം പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പയർ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള പീ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിലുള്ളവരാണ് ലെഗ്യൂംസ് എന്ന് പറയുന്നത്. ഇത്തരം ലെഗ്യൂംസിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നവരാണ് ലെഗ്യൂം ബാക്ടീരിയ അസോസിയേഷൻ. ഇങ്ങനെ ലെഗ്യൂം പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയയെ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? റൈസോബിയം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെഗ്യൂം പ്ലാന്റ്സ്. നിങ്ങൾക്ക് ഏത് ലെഗ്യൂം പ്ലാന്റ് വേണമെങ്കിലും എഴുതാം. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഏതാ? പീ പ്ലാന്റ്. അതിൻ്റെയൊക്കെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം. അടുത്തത് നോൺ ലെഗ്യൂം ബാക്ടീരിയ അസോസിയേഷൻ. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ലെഗ്യൂം പ്ലാന്റ്സ് അല്ലാത്ത പ്ലാന്റിൻ്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സിംബയോട്ടിക് അസോസിയേഷനാണ് നോൺ ലെഗ്യൂം ബാക്ടീരിയ അസോസിയേഷൻ. അതിന് എക്സാമ്പിളാണ് ഫ്രാങ്കിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അൾനസ് എന്ന പ്ലാന്റിൻ്റെ റൂട്ടുമായിട്ടാണ്. സോ ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ 3 പാരഗ്രാഫിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ബാക്ടീരിയാസും അതുകൂടാതെ അത് ഏത് കണ്ടീഷനിലാണ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ചാർട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് ആനുവൽ എക്സാമിന് മാത്രമല്ല, നീറ്റ് എക്സാമിനും ഈ ഒരു ചാർട്ടിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമ്മളിവിടെ ഡിഫറെൻറ്റ് ബാക്ടീരിയ എങ്ങനെയാണ് നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ. അപ്പം എങ്ങനെയാണ് ബാക്ടീരിയ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ റൂട്ടുമായിട്ട് സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ എങ്ങനെയാണ് നൈട്രജൻ ഫിക്സ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ നൈട്രജൻ ഫിക്സേഷനിലൂടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ എങ്ങനെയാണ് അമോണിയ ആക്കി മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, നൊഡ്യൂൾ ഫോർമേഷൻ തുടങ്ങിയ ടോപ്പിക്സും ഇതുകൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 2010 മുതൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെക്ഷൻ ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.